ഇന്നിവിടെ ചെയ്യുന്നത് അവക്കാഡോ വെച്ചിട്ടൊരു സ്മൂത്തിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു അവക്കാഡോ, 21 ബദാം തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുമായിരുന്നു. അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ ഡേറ്റ്സ്, ഈത്തപ്പഴത്തേലെ ഒരു 7 എണ്ണം, അതും കുരുവെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. 1 ഗ്ലാസ് പാല്, അത് കാച്ചി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അത് പിന്നെ 1 കുപ്പി വെള്ളം, കുറച്ച് ബൂസ്റ്റ്, ഇത് ഇത്രയാണ് വേണ്ടത്. ആദ്യമേ നമുക്ക് ഈ അവക്കാഡോ ഒന്ന് മുറിച്ച് എടുക്കാം. അതിനായിട്ട് ഈ രീതിയിലാണ് ഇത് അവക്കാഡോ മുറിക്കുന്നത്. അത് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് അതിനകത്തെ എടുത്തിട്ട് അത് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ സ്കിന്ന് മാത്രം കളഞ്ഞാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ബദാം കുതിർത്ത് സ്കിൻ കളഞ്ഞ് വെച്ച അതും കൂടി ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം 7 എണ്ണമാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ബ്ലെൻഡ് ചെയ്ത് അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാച്ചി വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ബൂസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തേൻ വേണ്ടവർക്ക് തേൻ ഉപയോഗിക്കാം, പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം. ഒരു 1.5 സ്പൂണ് ഓളം ബൂസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. പാലും ഒഴിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പാല് മാത്രം ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെന്ന് വെച്ചാൽ ഡേറ്റ്സും ആൽമണ്ടും ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഒരു അവക്കാഡോ വെച്ചിട്ട് ഒരു 3 പേർക്കോളം സ്മൂത്തി ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. തണുത്ത വെള്ളം ഒഴിച്ച് ബ്ലെൻഡ് ചെയ്ത് എടുത്തതാണ്. ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ഒരു 4 പേർക്ക് കുടിക്കാൻ കാണും. നമുക്കൊന്ന് സെർവിങ് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ച് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ്. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് നല്ലതാണിത്.